വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിലെ ആ ഒരു കളക്ട്രേറ്റാണ് കാണിക്കുന്നത്. അവിടെ ജോൺ എബ്രഹാം ആണെങ്കിൽ വീണ്ടും തൻ്റെ ഫോണിലാണെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ ശാലിനിയെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡെയ്സി ഇങ്ങനെ ആകെ മുഖത്തൊക്കെ ഇങ്ങനെ ചോര ആയിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ പറയുകയാണ്, ശിവനെക്കുറിച്ചാണ് സംസാരിക്കുന്നതൊക്കെ. എന്ന് വെച്ചാൽ ശിവൻ തന്നെ ചതിച്ചതാണ്, ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് കളക്ടർ ശാലിനി വിഷ്ണുവിന് വരെ അയാൾ വലയിലാക്കി കഴിഞ്ഞു, അയാൾ ചതിയനാണ് എന്നൊക്കെ പറഞ്ഞ് ശിവനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് നേരത്തെ അവർ സുസ്മിതയെ പോയി കണ്ടിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയും ശാലിനിയെ ശിവനിൽ നിന്നും അകറ്റാനുള്ള ആ ഒരു തന്ത്രമാണ് അവരുടെ മെനയുന്നതൊക്കെ. ഡെയ്സി വഴി അങ്ങനെ വെറുതെ ഒരു വീഡിയോ ഉണ്ടാക്കി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ശിവൻ വിശ്വാസയോഗ്യനല്ല എന്നുള്ളത് അവിടെ ആക്കി തീർക്കാനും ശാലിനിയിൽ നിന്ന് അകറ്റാനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്. അന്നേരം ആ ഡെയ്സി പറയുന്നതൊക്കെ ശാലിനി ഇങ്ങനെ വിശ്വസിച്ചിട്ട് ആകെ വിഷമിച്ചെന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫോണങ്ങ് തിരികെ ജോണിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ആ ഒരു കളക്ട്രേറ്റിൻ്റെ മിറ്റമാണ് കാണിക്കുന്നത് ആ ഒരു സീനിൽ. അതിന് ശേഷം കാണിക്കുന്നത് അവിടെ പിന്നെ മാർക്കറ്റാണ് കാണിക്കുന്നത്. അവിടെ റാണിയാണെങ്കിൽ, വേലായുധൻ്റെ മകള് റാണിയാണെങ്കിൽ എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ പോകുന്നുണ്ട്. അന്നേരം വീഡിയോ ഒക്കെ അവിടെ എടുക്കുന്നെന്ന് തോന്നുന്നു. അന്നേരം ഒരു ഓട്ടോക്കാരനാണെങ്കിൽ എന്തോ പറഞ്ഞ് റാണിയോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണെന്ന് കാണിക്കുന്നില്ല. പക്ഷേ അയാൾ ദേഷ്യം വന്നിങ്ങനെ റാണിയുടെ മുടിക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കുന്നുണ്ട്. വിളിക്കടി നീ നിൻ്റെ കാമുകനെ എന്നിങ്ങനെ പറയുകയാണ്. അതിന് റാണിയെ കല്യാണം കഴിച്ച ആ ഒരു പയ്യനാണോ എന്നുള്ളത് കാണിക്കുന്നില്ല. വേണു എന്നൊരാളിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇനി അതാണോ എന്ന് കാണിക്കുന്നില്ല. പക്ഷേ കാക്കി വേഷം ഓട്ടോ ഡ്രൈവറുടെ വേഷമാണ്. ഇങ്ങനെ റാണിയുടെ മുടിയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് വിളിക്കടി നീ നിൻ്റെ കാമുകനെ ഇങ്ങനെ പറയുമ്പോൾ റാണി ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് അവിടേക്ക് ശിവനാണെങ്കിൽ ഇങ്ങനെ ജീപ്പിലെത്തുന്നുണ്ട്. എന്നിട്ട് പുറകിൽ നിന്നും ഈ ഓട്ടോക്കാരനെ ഒരു ചവിട്ട് കൊടുക്കുകയാണ്. അയാൾ അങ്ങോട്ട് വീഴുന്നുണ്ട്. അവിടെ ആകെ അടിനാശം നടക്കുകയാണ് ചെയ്യുന്നത്. ആകെ പ്രശ്നമാവുന്നുണ്ട്. അന്നേരം ആരോ പോലീസിൽ അറിയിക്കുന്നുണ്ട്. പോലീസ് എത്തുന്നുണ്ട്. സോമശേഖരനും കുറേ പോലീസുകാരും ഒക്കെയാണ് എത്തുന്നത്. അന്നേരം അവർ ശിവനെ പിടിക്കുകയാണ് ചെയ്യുന്നത്, കൊണ്ടുപോകാനായിട്ട്. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശിവനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ കൊണ്ടുപോകാൻ അതിൽ ചെറിയൊരു സീൻ കാണിക്കുന്നുണ്ട്. മുമ്പ് ശിവനെ ആണെങ്കിൽ ജീപ്പിൽ കയറ്റാതെ പിന്നെ ശിവനെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ട് ആ ഒരു ഫ്രണ്ട് സീറ്റിൻ്റെ ഒരു ഡോറിൻ്റെ ആ മുകളിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഇങ്ങനെ ആ വിലങ്ങും വെച്ച് ലോക്ക് ചെയ്യുന്നു. ശിവനെ ഇങ്ങനെ നടത്തിച്ച് കൊണ്ടുപോകാൻ, അതായത് ആ ഒരു സ്ഫടികം സിനിമയിൽ കാണിക്കുന്നത് പോലെ മോഹൻലാലിനെ കൊണ്ടുപോകില്ലേ, അതുപോലെ ജീപ്പ് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ മോഹൻലാൽ നടന്നു പോകുന്ന പോലെ അതേപോലെ ശിവനെ കൊണ്ടുപോകാനൊരു സീനാണ് അവിടെ സോമശേഖരൻ കാണിക്കുന്നത്. എന്നിട്ട് അയാൾ സോമശേഖരനാണെങ്കിൽ കറക്റ്റ് അത് പറയുന്നുണ്ട്. ഭദ്രൻ സാറിൻ്റെ സിനിമയിൽ പിന്നെ ആ ഒരു സീനാണെങ്കിൽ ഞാനിവിടെ ആടുതോമയെ കൊണ്ടുപോകുന്ന പോലുള്ളൊരു സീൻ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതേപോലെ വിലങ്ങ് ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ ശിവനാണെങ്കിൽ അത് കാണുമ്പോൾ ആകപ്പാട് ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ശിവൻ ആകപ്പാടെയും കൊണ്ട് ദേഷ്യം വരികയാണ്. ശിവനവിടെ ആ ഒരു ആടുതോമ സീനവിടെ കറക്റ്റ് പിന്നീട് കാണിക്കുന്നുണ്ട്. ശിവൻ തൻ്റെ ആ ഒരു കയ്യിൽ ഇങ്ങനെ പറിച്ചിട്ട് പിന്നെ പിന്നെ സോമശേഖരൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് മുറുക്കി പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് കാലുവെച്ച് കൊടുക്കുന്നുമുണ്ട്. സോമശേഖരന് നന്നായിട്ട് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്. ആ ഒരു മുണ്ട് പറിച്ചുള്ള അടി പോലെ തന്നെയാണ് കാണിക്കുന്നതൊക്കെ. അന്നേരം മറ്റു പോലീസുകാരെല്ലാം കൂടി ചേർന്ന് ശിവനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയാണ്. പക്ഷെ ഒരു കൈ അവിടെ ശിവനവിടെ വിലങ്ങ് വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ശിവനിങ്ങനെ ആകെ നിന്ന് കുതറുകയാണ്. പോലീസുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് കുതറുന്നുണ്ട്. അത് ആ സീനാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്തോ ഒരു കോമഡി എന്ന പോലെയാണ് കാണുന്നതൊക്കെ. അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് അതൊരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. അതിന് ഫുൾ എപ്പിസോഡ് വരുമ്പോൾ അതെങ്ങനെ ആവും എന്നുള്ളത് അറിയാം. ബാക്കി എല്ലാവരും ഒക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട് ഈ അടിയൊക്കെ കണ്ടിട്ട്. അതിന് ശേഷം കാണിക്കുന്നത് അവിടെ മഹേന്ദ്രനാണെങ്കിൽ പിന്നെ ആൻ്റണിയാണെന്ന് തോന്നുന്നു, അവർ ഫോണിൽ സംസാരിക്കുകയാണ്. ശിവന് വേണ്ടി ഏത് കോടതിയിൽ വന്ന് സാക്ഷി പറയാനും ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹേന്ദ്രൻ ആരോട് ഫോൺ ചെയ്യുന്നതാണ്. പക്ഷേ അത് മറുതലക്കിൽ ആൻ്റണി ഇങ്ങനെ ഫോൺ വയ്ക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ശിവൻ ഇങ്ങനെ കൊള്ളരുതാത്തവനാണ്, ഇങ്ങനെ ഉള്ളതാണെന്നൊക്കെ അച്ഛനും കൂടി വന്ന് സാക്ഷി പറയുമ്പോൾ ശിവനെ ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നതൊക്കെ. അത് എത്രത്തോളം ഫലവത്താവും എന്നുള്ളതാണ്. അതോ ഇനി ശാലിനിക്ക് മനസ്സിലാവുമോ ശിവനിൽ കുറ്റമൊന്നും ഇല്ല എന്നുള്ളത്, അങ്ങനെയാണോ എന്നുള്ളതൊക്കെയാണ്. അതിന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഇതൊക്കെ ഇനി എന്താകും എന്നുള്ളത്. നാളെ എപ്പിസോഡ് ഇല്ല, പിന്നെ മറ്റന്നാൾ കാണാം എന്താണ്. ഇത്രയുമാണ് പുതിയ കമ്മിങ് സൂൺ പ്രൊമോയിലെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.